നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 11ാമത്തെ ചാപ്റ്റർ പാർട്സ് ഓഫ് സർക്കിൾസ് അഥവാ വൃത്തഭാഗങ്ങൾ. നമ്മൾ ഇതിനു മുമ്പ് സർക്കിൾ മെഷേഴ്സ് പഠിച്ചു അല്ലേ? 8ാമത്തെ ചാപ്റ്റർ സർക്കിൾ മെഷേഴ്സ് അല്ലേ, അതായത് വൃത്തങ്ങളുടെ അളവുകൾ. അപ്പൊ അതിൽ നമ്മൾ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ, അതായത് ചുറ്റളവ് എങ്ങനെ കാണാം, അതുപോലെ തന്നെ ഏരിയ എങ്ങനെ കാണാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നാം ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു വൃത്തത്തിലെ ഒരു സർക്കിളിലെ ചില ഭാഗങ്ങളുടെ മാത്രം അളവുകൾ എങ്ങനെയാണ് കാണാം എന്നുള്ളതാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഞാനിവിടെ ആദ്യം ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അല്ലേ? ഈ സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ, ഇഷ്ടമുള്ള 2 പോയിന്റ് എടുക്കാം നമുക്ക്. ഇപ്പൊ ഞാൻ നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ സർക്കിളിൽ ഇവിടെയും ഒരു പോയിന്റ് എടുത്തു, ഈ 2 പോയിന്റ്. അപ്പോൾ ഈ 2 പോയിന്റുകൾക്ക് ഇടയിലുള്ള ഭാഗത്തെയാണ് എന്തെന്ന് പറയുക? ആർക്ക് എന്ന് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വൃത്തം എടുത്തു കഴിഞ്ഞാൽ വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റ് എടുത്തിട്ട് ആ 2 പോയിന്റുകൾക്ക് ഇടയിലുള്ള ഭാഗത്തെയാണ് നാം ആർക്ക് എന്ന് പറയുക. ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം. ആർക്ക് എന്ന് പറഞ്ഞാൽ ചാപം. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു, ഇവിടെയും ഒരു പോയിന്റ് എടുത്തു. അപ്പൊ ഇതിനിടയിലുള്ള ഈ ഭാഗമാണ് ചാപം അല്ലെങ്കിൽ ആർക്ക്. ഇനി ഈ പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് നീട്ടി കൊണ്ടുപോയാൽ എവിടെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് അതായത് 2 പോയിന്റുകൾക്കിടയിലുള്ള ഭാഗത്തെയാണ് നാം ചാപം അല്ലെങ്കിൽ ആർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ആർക്കിന്റെ 2 അറ്റവും അല്ലെ, അപ്പൊ ഒരറ്റ ഇതാണ്, ഒരറ്റ ഇതാണ്. ഈ 2 അറ്റവും നമ്മുടെ ഈ കേന്ദ്രം, വൃത്തത്തിന്റെ സെന്റർ അതായത് കേന്ദ്രം, ഈ കേന്ദ്രവുമായി നമ്മൾ യോജിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നോക്കിയേ, ഞാൻ ഇതായിട്ട് യോജിപ്പിച്ചു, ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പൊ ഈ ആർക്കിലെ ഈ 2 അറ്റത്തുള്ള പോയിന്റുകളെ ഞാൻ വൃത്തകേന്ദ്രമായി യോജിപ്പിച്ചു അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ആംഗിൾ കിട്ടി, ഒരു കോൺ കിട്ടി അല്ലെ? ഈ ആംഗിളിനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുക. സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ. അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ ആർക്ക് എന്താണെന്ന് മനസ്സിലായി. 2 പോയിന്റുകൾക്കിടയിലുള്ള ഭാഗമാണ് ആർക്ക്. ആ 2 പോയിന്റുകൾ, 2 അറ്റത്തുള്ള പോയിന്റുകൾ നമ്മൾ സെന്ററുമായി യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ ഞാൻ ഇതിന്റെ ഈ പോയിന്റുകൾ കുറെ ഇവിടെ നീട്ടി എന്ന് വിചാരിക്കാം. അപ്പൊ അതായത് നോക്കിയാൽ ഇവിടെ നോക്കാം, ഇവിടെ ഒരു പോയിന്റ് എടുത്ത് ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്ത് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, സെൻറ്ററുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ ഇവിടെ നോക്കിയാൽ ഈ ആർക്കിന്റെ നീളം കൂടി അല്ലേ? പോയിന്റുകൾ നമ്മൾ ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുന്നതോറും ഈ ആർക്കിന്റെ നീളം കൂടി. ആർക്കിന്റെ നീളം കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ആംഗിളും കൂടി അല്ലേ? ഈ ആംഗിൾ നോക്കിയാൽ ഇവിടത്തെ ആംഗിളാണോ ഇവിടെ ഉള്ളത്, അതിനേക്കാൾ ആംഗിൾ ഇവിടെ കൂടി അല്ലേ? കോണിന്റെ അളവ് ഇവിടെ കൂടി. ഇനി ഒരു പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു, ഒരു പോയിന്റ് ഞാൻ നോക്കിയാൽ ഈ അറ്റത്താണ് എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇതും ഒരു ആർക്ക് തന്നെയാണ് അല്ലെ? ആർക്കിന്റെ വലിപ്പം കൂടി. ഇത് ഇവിടം മുതൽ ഇവിടം വരെ ഒരു ആർക്ക്. അപ്പൊ ഇത് കേന്ദ്രത്തിൽ, അതായത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ 2 പോയിന്റുകൾ നമ്മൾ കേന്ദ്രവുമായി സെന്ററുമായി യോജിപ്പിച്ചാൽ കിട്ടും അല്ലേ? അതായത് നോക്കിയാൽ ഈ പോയിന്റിന് ഞാൻ ഇവിടെ സെന്ററുമായി യോജിപ്പിച്ചു, അതുപോലെ തന്നെ ഈ പോയിന്റിനെ ഞാൻ സെന്ററുമായി യോജിപ്പിച്ചു അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ. അതായത് ഇതിപ്പോ ഒരു വലിയ ചാപ്പാണ് അല്ലെ? വലിയ ആർക്കാണ്. അപ്പൊ ഈ വലിയ ആർക്കിന്റെ ഈ 2 അറ്റത്തെ പോയിന്റുകൾ തമ്മിൽ കേന്ദ്രവുമായി യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടി. ഇതാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഇതാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ? ഇതാണ് ഇതിന്റെയും സെൻട്രൽ ആംഗിൾ. അതായത് ആർക്കിന്റെ നീളം നമ്മൾ കൂട്ടും തോറും, വർദ്ധിപ്പിക്കും തോറും എന്ത് സംഭവിക്കും? ഈ സെൻട്രൽ ആംഗിളിന്റെ അളവും കൂടും അല്ലെ? അപ്പൊ സെൻട്രൽ ആംഗിൾ ഇവിടെ ഇപ്പൊ നമുക്കൊരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇതൊരു 60 ഡിഗ്രി ആണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു 90 ഡിഗ്രി. ഇത് എത്രയായിരിക്കും? സ്ട്രൈറ്റ് ലൈൻ ആകുമ്പോൾ നമുക്കറിയാം 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി. അപ്പൊ അത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്കറിയാം ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ എത്രയാണ്? ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ 360 ഡിഗ്രി ആണ് അല്ലേ? ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. അതിൽ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ഫിഗർ എടുക്കുക. ഇതിൽ നോക്കിയാൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ട്? 60 ഡിഗ്രി ആണ് ഉള്ളത് അല്ലെ? അതായത് മൊത്തം 360 ആണ് മൊത്തം അളവ്, അതിൽ 60 ഡിഗ്രിയാണ് ഇതുള്ളത് അല്ലെ? അതായത് 360ൽ 60 ഭാഗം. അപ്പൊ ഇവിടെ ടോട്ടൽ ആംഗിൾ 360,
ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. അതായത് മൊത്തം 360 60 ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 360 മൊത്തം, അതിൽ 60 ആണ് സെൻട്രൽ ആംഗിൾ. അതായത് നോക്കിയാൽ 0 0 ക്യാൻസൽ ചെയ്തു, 6 36 6 പ്രാവശ്യം അല്ലേ. അതായത് 1/6. ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് മൊത്തം ആംഗിളിൻ്റെ 6ൽ 1 ഭാഗമാണ് ഉള്ളത് അല്ലേ. അതായത് ഈ സെൻട്രൽ ആംഗിൾ, അതായത് 60 ഡിഗ്രി 360ൻ്റെ ടോട്ടൽ ആംഗിൾ 360 അല്ലേ. 360ൻ്റെ 1/6 അല്ലെങ്കിൽ 6ൽ 1 അല്ലെ, 6ൽ 1 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളം, ഈ ആർക്കിൻ്റെ നീളത്തിൽ ശ്രദ്ധിക്കുക, ഈ ആർക്കിൻ്റെ നീളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണിത്. ഈ ആർക്കിൻ്റെ നീളം എത്രയായിരിക്കും? ഈ ആർക്കിൻ്റെ നീളം ഈ മൊത്തം പെരിമീറ്റർ, ഈ സർക്കിളിൻ്റെ മൊത്തം ചുറ്റളവ് ഇല്ലേ, ചുറ്റളവിൻ്റെ 1/6 ഭാഗം തന്നെ ആയിരിക്കും. അതായത് ഈ സെൻട്രൽ ആംഗിൾ ഈ ടോട്ടൽ ആംഗിളിൻ്റെ 1/6 ഭാഗമാണ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും ഭാഗം, ഈ സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കുന്ന ഈ ചാപുണ്ടല്ലോ, ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ മൊത്തം ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ, ആ ചുറ്റളവിൻ്റെ എത്ര ഭാഗമായിരിക്കും? 1/6 ഭാഗമായിരിക്കും ഇത്ര. ക്ലിയർ ആയില്ലേ? അപ്പം ഇനി ഇത് നോക്കിയാൽ, ഈ സർക്കിൾ നോക്കിയാൽ, ഈ സർക്കിളിൻ്റെ ഒരേ പെരിമീറ്ററുള്ള സർക്കിളാണ് 3 കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഒരേ റേഡിയസ് തന്നെയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ അതായത് മൊത്തം 300 ആണ്, 360 ആണ്, 360 അതിൽ 90 അല്ലേ. അതായത് എത്ര വരും? 0 0 ക്യാൻസൽ ചെയ്തു, 9 9 4 36 അല്ലേ, 4. അതായത് 1/4. അപ്പോൾ ടോട്ടൽ ആംഗിളിൻ്റെ 1/4 ഭാഗമാണ് 90 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പെരിമീറ്ററിൻ്റെ 1/4 ഭാഗമായിരിക്കും ഈ നീളം. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നമുക്ക് 1 എക്സാമ്പിൾ ചെയ്യാം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സർക്കിൾ തന്നെ എടുക്കാം. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 6. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ലെങ്ത് ഓഫ് ആർക്ക്, ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഇവിടെ 60 ഡിഗ്രി അല്ലേ. അതായത് നമ്മൾ നേരത്തെ കണ്ടു 1/6 ഭാഗമാണ് അല്ലേ. ഈ ആംഗിൾ 60 എന്ന് പറഞ്ഞാൽ മൊത്തം ആംഗിളിൻ്റെ 1/6 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ചുറ്റളവിൻ്റെ 1/6 ഭാഗമായിരിക്കും ഇതിൻ്റെ നീളം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ കാണും? നമുക്കറിയാം 6 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ പെരിമീറ്റർ എന്ത് വരും? പെരിമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 2πr അല്ലേ. 2πr = 2 × π × 3, അതായത് എത്ര വരും? 6π. അപ്പോൾ 6π ആണ് ഇതിൻ്റെ ചുറ്റളവ്, പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എന്ത് വരും? ലെങ്ത് ഓഫ് ദി ആർക്ക് എത്ര വരും? = ഈ ചുറ്റളവിൻ്റെ, അതായത് 6πയുടെ എന്ത് വരും? എത്ര ഭാഗമായിരിക്കും? 6πയുടെ ചുറ്റളവിൻ്റെ 1/6 ഭാഗം. ക്ലിയർ ആയില്ലേ? അപ്പോൾ 6 6 ക്യാൻസൽ ചെയ്ത് പോയി, = π. അപ്പോൾ ലെങ്ത് ഓഫ് ആർക്ക്, ഈ ആർക്കിൻ്റെ ഈ ചാപത്തിൻ്റെ നീളത്തിലായിരിക്കും π സെൻറ്റിമീറ്റർ, അതായത് 3.14 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നോക്കിയാൽ ഈ 3ന് പകരം ഇപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. 6 സെൻറ്റിമീറ്റർ ആയിരുന്നു റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിൻ്റെ നീളം എത്രയായിരിക്കും? ഈ ഡിഗ്രി തന്നെ 60 ഡിഗ്രി തന്നെയാണ് കോണെന്ന് വിചാരിക്കുക. റേഡിയസ് മാത്രം 6 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആർക്കിൻ്റെ നീളം? ഇതേപോലെ തന്നെ അല്ലേ. അതായത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ത് വരും? P = 2πr അല്ലേ. അതായത് 2 × π × 6. ഇവിടെ 6 × 2 12. അപ്പോൾ ഇവിടെ നമുക്ക് 12π കിട്ടും. അപ്പോൾ പെരിമീറ്റർ നമുക്ക് കിട്ടി 12π. അപ്പോൾ 12πയുടെ എത്ര ഭാഗമായിരിക്കും? 12πയുടെ 1/6 ഭാഗം അല്ലേ. അപ്പോൾ 12π × 1/6. അപ്പോൾ 6ഉം 12 2 പ്രാവശ്യം. അപ്പോൾ എത്ര വന്നു? 2π സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് ഇത് ഈ റേഡിയസിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ എങ്കിൽ എത്ര വരും? ഈ ആർക്കിൻ്റെ നീളം എത്രയായി മാറും? 2π സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. അതായത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നോക്കിയാൽ
നമ്മുടെ സെൻട്രൽ ആംഗിൾ ഇവിടെ സെയിം തന്നെയാണ് അല്ലേ, 2 പ്രാവശ്യം നമ്മൾ 60 തന്നെ എടുത്തു. പക്ഷെ റേഡിയസ് 3 ഉള്ളതിന് 6 ആക്കി, ഇരട്ടിയാക്കിയപ്പോൾ ആർക്ക് ലെങ്ത് നോക്കിയേ, പൈ എന്നുള്ളത് 2 പൈ അല്ലേ. അപ്പൊ ഇവിടെയും ഇരട്ടിയായി. അപ്പൊ റേഡിയസ് ഇരട്ടിയായി കഴിഞ്ഞാൽ ഇവിടെയും ഇരട്ടിയാകും. ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, മനസ്സിലായില്ലേ, ആംഗിൾ മാറ്റമില്ലെങ്കിൽ റേഡിയസ് എങ്ങനെയാണോ വർദ്ധിക്കുന്നത് അതനുസരിച്ച് എന്ത് വർദ്ധിക്കും, ഈ ആർക്കിന്റെ നീളവും വർദ്ധിക്കും. ഇപ്പോൾ റേഡിയസ് പകുതി വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആർക്കിന്റെ നീളം വരും, അതും പകുതിയാകും. നമുക്കിപ്പോൾ ഈ 60 ഡിഗ്രി അല്ലെ 60, 70 എത്ര ഡിഗ്രി ആയിക്കോട്ടെ, ആ ആംഗിൾ നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം ആംഗിള് എക്സ് ഡിഗ്രി എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, എക്സ് ആണ് അതിൻ്റെ ആംഗിളിൻ്റെ അളവ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 60/360 എന്ന് എഴുതി അല്ലേ, അല്ലെങ്കിൽ 90/360 എന്ന് എഴുതി. അതുപോലെ നമുക്കിവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, x/360 അല്ലേ, അതായത് 360 എക്സ് ഭാഗം. ഇനി നമുക്ക് ഈ ആർക്കിന്റെ നീളം കിട്ടണം. ഈ ആർക്കിന്റെ നീളം കിട്ടാൻ നാം എന്ത് ചെയ്യണം, നമുക്കറിയാം പെരിമീറ്ററിന്റെ, വൃത്തത്തിന്റെ പെരിമീറ്ററിനെ ഇതുകൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ഇതുകൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആർക്കിന്റെ നീളം കിട്ടും. അതായത് ലെങ്ത് ഓഫ് ആർക്ക് നമുക്ക് എങ്ങനെ കിട്ടും, പെരിമീറ്റർ, വൃത്തത്തിന്റെ പെരിമീറ്റർ നമുക്കറിയാലോ 2πr. 2πrനെ നാം എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി, x/360 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആർക്കിന്റെ ലെങ്ത് കിട്ടും. ക്ലിയർ ആയില്ലേ. അതായത് പെരിമീറ്റർ എത്രയാണോ, പെരിമീറ്റർ നാം എന്തുകൊണ്ട് ഗുണിക്കണം, x/360. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണോ അത്, 60 ആണെങ്കിൽ 60, 30 ആണെങ്കിൽ 30, 30/360. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. 2πr എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ /360. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കിയാൽ, ഒരു സർക്കിൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് 6 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം. ഇത് സെൻട്രൽ ആംഗിൾ ഒരു 120 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്ക്, ഇത് 120 ഡിഗ്രി, ഇത് സെൻട്രൽ ആംഗിൾ, റേഡിയസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ആർക്കിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ആർക്ക് ലെങ്ത് എന്ത് വരും, നമുക്കറിയാം ഇതിൻ്റെ ചുറ്റളവ്, വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്താണ്, 2πr. ചുറ്റളവിന് നമ്മൾ എന്ത് വേണം, ഇൻറ്റു x/360. അതാണ് നമ്മൾ ഇക്വേഷൻ അല്ലേ. സീക്വൽ ടു 2π ഇൻറ്റു r, എത്ര റേഡിയസ് ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇൻറ്റു എക്സ് എത്രയാണ് 120 ഡിഗ്രി. അപ്പോൾ 120/360. നമുക്ക് 0 ക്യാൻസൽ ചെയ്ത് പോയി, പിന്നെ 6നെ ക്യാൻസൽ ചെയ്യുക, 6 36 6 അല്ലേ. 12 ഇവിടെ 6 ഉണ്ട്, 6 ക്യാൻസൽ 12 പോയി 2 പ്രാവശ്യം. അപ്പോൾ ഇത് 2 × 2 4, സീക്വൽ ടു 4π സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതേ രൂപത്തിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 189 അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്, ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി ഈസ് 3π സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ, വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്. അപ്പോൾ ചോദ്യം 1-2 തവണ ഒക്കെ വായിച്ചു നോക്കാം മനസ്സിലാവുന്നത് വരെ. എന്താണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സെൻട്രൽ ആംഗിൾ 40 ഡിഗ്രി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഒരു സർക്കിൾ വരച്ചു, അതിന് ശേഷം സെൻട്രൽ ആംഗിൾ ഒരു 40 ഡിഗ്രി അല്ലേ, ഇതിപ്പോൾ ഇത് 40. ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതിന് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ, ആർക്കിന് ലെങ്ത് തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ് 3π. അതായത് ഇപ്പം ഈ ആർക്കിൻ്റെ ലെങ്ത് നമുക്ക് 3π ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, ആർക്കിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ് അല്ലേ. പിന്നെ അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ, വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്, അതിൻ്റെ റേഡിയസും എത്രയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, ഇതിൻ്റെ നീളം തന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഒരു ചാപത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആർക്കിൻ്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ് ഇക്വേഷൻ, 2πr ഇൻറ്റു x/360 അല്ലേ. മറക്കരുത്, ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ല, വളരെ പ്രധാനപ്പെട്ടാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദ്യം വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആർക്ക് ലെങ്ത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 3π ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം 2πr ഇൻറ്റു എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു 3π. ഇനി നോക്കിയാൽ 2π ഇൻറ്റു ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 2π ഇൻറ്റു 6 ഇൻറ്റു എക്സ് എത്രയാണ് ഇവിടെ ഈ ആംഗിൾ അല്ലേ 40. അപ്പോൾ എക്സ് ആണ് ഇവിടെ 40 ഡിഗ്രി ബൈ 360 ഈക്വൽ ടു 3π. ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ പറ്റിയാൽ വെട്ടിച്ചെറുതാക്കി കളയാം. ഇവിടെ നോക്കിയാൽ 0 ക്യാൻസൽ ചെയ്തും കളയാം. പിന്നെ ഇവിടെ 4 × 36 അല്ലേ. അപ്പോൾ 4 ക്യാൻസൽ ചെയ്യാം നമുക്ക്. 36 എത്ര വരും 9 × 4 36 അപ്പോൾ 9. ഇനി നമുക്ക് വെട്ടാൻ പറ്റിയതില്ല അല്ലേ. പിന്നെ പോയിന്റ് വരും. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മുകളിൽ 2πr അല്ലേ. 2πr ബൈ അടിയിൽ എന്താ ഉള്ളത് 9 ഈക്വൽ ടു 3π. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും 2πr കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അതായത് 2πr ഈക്വൽ ടു എന്ത് വരും 9 × 3π. 9 × 3π ഈക്വൽ ടു 27π. അപ്പോൾ 2πr ഈക്വൽ ടു 27π എന്ന് കിട്ടി അല്ലേ. ഈ 2πr എന്ന് പറഞ്ഞ സാധനം എന്താണ് നമുക്കറിയാം. വൃത്തത്തിൻ്റെ ചുറ്റളവാണ് അല്ലേ. വൃത്തത്തിൻ്റെ ചുറ്റളവാണ് 2πr. അതായത് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 27π. അപ്പോൾ നമുക്ക് 2πr എന്ന് പറഞ്ഞതാണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഇനി നമുക്ക് എന്താണ് രണ്ടാമത്തെ കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 2πr 27π ആണെങ്കിൽ 2πr ഈക്വൽ ടു 27π. അങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക അല്ലേ. r ഈസ് ഈക്വൽ ടു 27π ബൈ ഇത് രണ്ടും അടിയിൽ പോകും അല്ലേ 2π. ഇപ്പം എന്തായി പയ്യും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 27/2 27/2 എത്രയാണ് 13.5. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി 13.5 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. ഇനി എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇൻ എ സർക്കിൾ ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി ഈസ് 4 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 25 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ഒരു സർക്കിളിൻ്റെ ആർക്കിൻ്റെ നീളം എത്രയാണ് 4 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇതാണ് സെൻട്രൽ ആംഗിൾ. ഈ നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ ദി സെയിം സർക്കിൾ വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി. അതായത് ഇതേ സർക്കിൾ തന്നെ, സർക്കിൾ വേറെ വ്യത്യാസം, ഇതേ സർക്കിൾ തന്നെ സെൻട്രൽ ആംഗിൾ 25 പകരം 75 ഡിഗ്രി ആക്കി കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ നീളം എത്രയായിരിക്കും അല്ലേ. ഇപ്പൊ 25 ഡിഗ്രിക്കാണ് 4 സെന്റിമീറ്റർ. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ 75 ഡിഗ്രി ആക്കുന്നു വിചാരിക്കുക. സെൻട്രൽ ആംഗിൾ വലുതാക്കുന്നു അല്ലേ. അപ്പൊ എന്താവും ആർക്കിന്റെ നീളവും വലുതാവും അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ 75 ഡിഗ്രി ഇതെന്ന് വിചാരിക്കുക അല്ലേ. ഇത്ര ആക്കി. അപ്പൊ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും ഇതാണ് ചോദ്യം. ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി അല്ലേ. സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി, അതായത് 25 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ആർക്കിന്റെ നീളം എത്രയാണ് 4 സെന്റിമീറ്റർ ആണ്. ഇനി എന്ത് ചെയ്തു ഈ സെൻട്രൽ ആംഗിൾ 25 നിന്ന് 75 ആയിട്ട് വർദ്ധിപ്പിക്കുകയാണ് അല്ലേ. അതായത് 25 ഡിഗ്രി ഉള്ള സെൻട്രൽ ആംഗിളിനെ എത്രയായിട്ട് വർദ്ധിപ്പിക്കുന്നു 75 ഡിഗ്രി ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. അതായത് 25 75 ആവുന്നു. അതായത് എന്ത് വേണം 3 ഇരട്ടി അല്ലേ, 3 ഇരട്ടി വർദ്ധിക്കുന്നു. അപ്പോൾ സെൻട്രൽ ആംഗിൾ 3 ഇരട്ടി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ആർക്കിന്റെ നീളം എന്താവും അതും 3 ഇരട്ടി തന്നെ വർദ്ധിക്കും. മനസ്സിലായില്ലേ. ഇത് ഇനി 2 ഇരട്ടി വർദ്ധിക്കുകയാണെങ്കിൽ 2 ഇരട്ടിയായിട്ട് ഇതും വർദ്ധിക്കും. ഇനി സെൻട്രൽ ആംഗിൾ ഒരു പകുതിയായിട്ട് കുറഞ്ഞു വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത്തും പകുതിയായിട്ട് കുറയും. ക്ലിയർ ആയില്ലേ. അപ്പോൾ 75 എന്ന് പറഞ്ഞാൽ എന്താണ് 75 ഈസ് 3 ടൈംസ് അല്ലേ, 3 ടൈംസ് ഓഫ് 25. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മറന്നു പോകും. അപ്പോൾ 75 എന്ന് പറഞ്ഞത് 25ന്റെ 3 ഇരട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ്
ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ 75 ഉള്ള ആർക്കിൻ്റെ ലെങ്ത് എത്ര വരും? ഇവിടെ എത്രയാണ്? 4 ആയിരുന്നു. അത് എത്ര ആയിട്ട് വർദ്ധിക്കും? 4 × 3 ഇരട്ടിയായിട്ട് അതും വർദ്ധിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ എത്ര വരും? 12 സെൻറ്റിമീറ്റർ. ഇനി അതിലൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇതിന്റെ റേഡിയസ് 1.5 മടങ്ങാക്കുന്നു. സെൻട്രൽ ആംഗിൾ 75 തന്നെ, സെൻട്രൽ ആംഗിൾ വ്യത്യാസത്തിൽ 75 തന്നെ, പക്ഷേ ഇതിന്റെ റേഡിയസ് 1.5 മടങ്ങാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? ക്ലിയർ ആയില്ലേ? അതായത് ഇപ്പൊ സെൻട്രൽ ആംഗിൾ ഇത് തന്നെ, ഇതിപ്പോൾ 75 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതിന്റെ റേഡിയസ് വർദ്ധിക്കുന്നു. അപ്പോൾ റേഡിയസ് നോക്കിയാൽ വീണ്ടും കുറച്ചും കൂടി വർദ്ധിക്കുന്നു. 1.5 മടങ്ങാക്കുന്നു. ഇതിന്റെ 1.5 മടങ്ങ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടു സർക്കിൾ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിന്റെ സർക്കിൾ, ഇങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഇതിന്റെ ആർക്ക് അല്ലേ? ഈ ആർക്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയ ആർക്കിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്ര കിട്ടി നമുക്ക്? 12 സെന്റിമീറ്റർ കിട്ടി അല്ലേ? അതായത് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി ആയ ആർക്കിന്റെ നീളം നമുക്ക് 12 സെന്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി എന്തായാലും വ്യത്യാസം വരുന്നുള്ളൂ, ഇതിന്റെ റേഡിയസ് ഒന്ന് കൂടി അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 അല്ലേ? 75 ഡിഗ്രി സെൻട്രൽ ആംഗിളുള്ള ഇതിന്റെ ലെങ്ത് എത്ര വന്നു നമുക്ക്? 12 സെന്റിമീറ്റർ കിട്ടി. 12. നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, റേഡിയസ് ആയിട്ടുള്ള ബന്ധം പറഞ്ഞിരുന്നില്ലേ? റേഡിയസ് ഇപ്പൊ സെൻട്രൽ ആംഗിൾ സെയിം ആയിരിക്കുക, റേഡിയസ് എങ്ങനെയാണോ വർദ്ധിക്കുന്നത് അതനുസരിച്ച് എന്ത് വർദ്ധിക്കും? ഇതിന്റെ ആർക്ക് ലെങ്ത്തും വർദ്ധിക്കും അല്ലേ? ഇപ്പൊ റേഡിയസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആർക്കിന്റെ ലെങ്ത്തും അതേ തോതിൽ തന്നെ വർദ്ധിക്കും. റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിന്റെ ലെങ്ത്തും അതേ തോതിൽ തന്നെ കുറയും. അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതായത് ആർക്ക് ലെങ്ത് അതിന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം എന്താണ് ഇക്വേഷൻ? 2πr × x/360 അല്ലേ? ഇവിടെ x എത്രയാണ്? ആംഗിൾ എത്രയാണ്? നമ്മൾ 75 ഡിഗ്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 75/360. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 12 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റേഡിയസ് ഇരട്ടി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതും ഇരട്ടിയാകും അല്ലേ? റേഡിയസ് പകുതി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതും പകുതിയാകും. അപ്പൊ ഏത് തോതിലാണോ റേഡിയസ് വർദ്ധിക്കുന്നത് അതേ തോതിൽ ഇതും വർദ്ധിക്കും അല്ലേ? ഇഫ് റേഡിയസ് ഇൻക്രീസ്ഡ് ബൈ 1.5 ടൈംസ് അല്ലേ? 1.5 ഇരട്ടി അങ്ങനെ വർദ്ധിപ്പിച്ച ഞാൻ എന്തായിരിക്കും? ആർക്ക് ലെങ്ത് സീക്രട്ട് എന്ത് വരും? ഇപ്പോൾ ആർക്ക് ലെങ്ത് എത്രയാണ്? 12 × 1.5 1.5 ഇരട്ടി അത് വർദ്ധിക്കും. ഈക്വൽ ടു 12 × 1.5 എത്രയാണ്? 12 6 18. അപ്പോൾ 18 സെന്റിമീറ്റർ. അപ്പോൾ ഇനി നമുക്കതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ